ഞാൻ ആനിമേഷൻ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന സമയം അപ്പോൾ ഇന്ന് ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മൂക്കിന് താഴെയാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. പൂലാത്തീന്, പഴയ പൂലാത്തീനിലാണ് എൻ്റെ ഓഫീസ്. തിരുമേനി അവിടെ ഇരുന്നോണ്ട് റൂമിൽ ഇരുന്ന് നോക്കി എന്നെ കാണും. ചില ദിവസമൊക്കെ വെളുപ്പിനെ 3 മണിയാകും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് തിരുമേനി എഴുന്നേക്കുന്നത്. അപ്പോൾ തിരുമേനി 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ആ ജനലിൽ കൂടി ഇങ്ങോട്ട് ചോദിക്കും, പള്ളിച്ചർ പോയതാണോ വന്നതാണോ എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അരമനയിൽ ഒരു കാപ്പി ഇങ്ങെത്തും. ഒരു ദിവസം സന്ധ്യ ആയപ്പോൾ തിരുമേനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലും പണിയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല തിരുമേനി. തിരുമേനി പറഞ്ഞാൽ എന്നാ പണി? എന്നാൽ മാരാവണം വരെ ഒന്ന് പോകണം. ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴത്തെ നമ്മുടെ അപ്പുറം തിരുമേനി സജു പാപ്പച്ചനെ ചെന്നിപ്പോൾ. അപ്പോൾ എന്നാ കാര്യം എന്ന് ഞാൻ ചോദിക്കാം. ഞാൻ തിരുമേനി പറഞ്ഞു, നമ്മുടെ അരമനയിലെ പൂലാത്തീനിലെ ഒരു കൊച്ചു മാവും തൈ നട്ടു. ആ മാവേൽ ആദ്യമായിട്ട് ഒരു മാങ്ങ ഉണ്ടായി. ഞാൻ അതിൻ്റെ ഒരു പൂളെടുത്ത് കഴിച്ചു. അടുത്ത പൂള് അച്ഛൻ കൊണ്ടുപോയി മാരാമൺ അരമനയിൽ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയുടെ കൊണ്ട് കൊടുക്കണം. കേട്ട മാത്രയിൽ സജു പാപ്പച്ചൻ പറഞ്ഞു, ഇത്രയും അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്നാ ആവാൻ? അവിടെ ഞങ്ങൾ 5-6 പേരുണ്ട്. ഈ ഇത്രയുമായിട്ട് അവിടെ കൊണ്ടുപോയാൽ എന്നാ ആകാനാ എന്ന് പറഞ്ഞു. തിരുമേനി പിന്നെ ഒരു വെടിയും പുകയായിരുന്നു. ഞങ്ങൾക്കെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. ഏതായാലും കാര്യം തിരുമേനി പറഞ്ഞത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. 100 എണ്ണം ഉള്ളിടത്ത് ഒരെണ്ണം കൊടുക്കുന്നതിനെ അല്ല ഷെയറിംഗ് എന്ന് പറയുന്നത്. പകരം ഒരെണ്ണമുള്ളതിൻ്റെ പകുതി കൊടുക്കാൻ മനസ്സുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഷെയറിംഗ്. ഇതിനെ പഠിപ്പിച്ച ആളാണ് ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത. പ്രിയമുള്ളവരെ, ആ മാങ്ങയുടെ പകുതി പൂളുമായി ഞാനും സജീവച്ചനും കൂടെ ഈ അരമനെ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കും. അത് കഴിക്കുവാനുള്ള മെത്രാപ്പോലിത്ത തിരുമേനി, വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മനസ്സും എഴുന്നേറ്റ് നിന്ന് അത് സ്വീകരിക്കുന്നതും അതിനോട് തുടർന്നുള്ള പ്രാർത്ഥനയും ഇപ്പോഴും എൻ്റെ മനസ്സിലെ പുണ്യമാണ്.